പണപ്പെരുപ്പം കുറയുമെന്ന് SBI. റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയെന്നും റിപ്പോർട്ട്. IPO വായ്പാ പരിധി 25 ലക്ഷം രൂപയാക്കി. ഓഹരി അധിഷ്ഠിത വായ്പ 1 കോടി രൂപയായും ഉയർത്തി. സർക്കാർ ഉടമസ്ഥയിലുള്ള റിഫൈനറികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നു. അമേരിക്കയുടെ സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി. യൂറോപ്പിൽ നിന്നും $250 ബില്യൺ നിക്ഷേപമാണ് ലക്ഷ്യമെന്ന് പീയൂഷ് ഗോയൽ. ഇന്ത്യയിൽ വൻ നിക്ഷേപ അവസരമെന്നും മന്ത്രി. ദേശീയ പെൻഷൻ പദ്ധതിക്ക് മികച്ച നേട്ടം. പദ്ധതി 13% വാർഷിക വരുമാനം നൽകിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വാർത്തകൾ വിശദമായി. പണപ്പെരുപ്പം കുറയുമെന്ന് SBI. റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയെന്നും റിപ്പോർട്ട്. 2026-2027 സാമ്പത്തിക വർഷങ്ങളിൽ RBIയുടെ പ്രവചനങ്ങളെക്കാൾ പണപ്പെരുപ്പം കുറയാൻ സാധ്യതയെന്ന് SBI റിപ്പോർട്ട്. മൺസൂൺ പുരോഗതി, GST മാറ്റങ്ങൾ തുടങ്ങിയ ആഭ്യന്തര ഘടകങ്ങൾ ഈ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നു. RBI അടുത്തിടെ 2026 സാമ്പത്തിക വർഷത്തിലെ പണപ്പെരുപ്പ പ്രവചനം താഴേക്ക് പരിഷ്കരിച്ചു. സെൻട്രൽ ബാങ്ക് 2026 സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ച എസ്റ്റിമേറ്റും വർദ്ധിപ്പിച്ചു. ധനനയ സമിതി നയനിരക്കുകൾ സ്ഥിരമായി നിലനിർത്തി. വിലക്കയറ്റ സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതിന് അനുകൂലമായി നിരവധി ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മൺസൂണിന്റെ ആരോഗ്യകരമായ പുരോഗതി, ഉയർന്ന ഖാരിഫ് വിതയ്ക്കൽ, മതിയായ ജലസംഭരണി അളവ്, ഭക്ഷ്യധാന്യങ്ങളുടെ ബഫർ സ്റ്റോക്ക്, GST പരിഷ്കരണം എന്നിവ ഇതിലുൾപ്പെടുന്നു. RBI അടുത്തയിടെ 2026 സാമ്പത്തിക വർഷത്തിലെ CPI പണപ്പെരുപ്പ പ്രവചനം 50 ബേസിസ് പോയിന്റ് താഴ്ത്തി 2.6% പരിഷ്കരിച്ചു. ഇത് ഏപ്രിൽ പ്രവചിച്ച നിലവാരത്തിൽ നിന്ന് 160 ബേസിസ് പോയിന്റ് കുത്തനെ കുറച്ചു. എന്നിരുന്നാലും 2026 സാമ്പത്തിക വർഷത്തിലെയും 2027 സാമ്പത്തിക വർഷത്തിലെയും യഥാർത്ഥ പണപ്പെരുപ്പം RBIയുടെ പുതുക്കിയ കണക്കുകളേക്കാൾ വളരെ കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. പണപ്പെരുപ്പത്തിനൊപ്പം 2026 സാമ്പത്തിക വർഷത്തിലെ യഥാർത്ഥ GDP വളർച്ചയ്ക്കുള്ള എസ്റ്റിമേറ്റ് RBI 6.8% ഉയർത്തി. 2027 സാമ്പത്തിക വർഷത്തിൽ പണപ്പെരുപ്പ നിരക്ക് 4.5% ആയിരിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും ധനകാര്യ വിപണികളിലെ ചാഞ്ചാട്ടവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നയനിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താനുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഏകകണ്ഠമായ തീരുമാനം യുക്തിസഹമെന്ന് റിപ്പോർട്ട് നിരീക്ഷിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. IPO വായ്പാ പരിധി 25 ലക്ഷം രൂപയാക്കി. ഓഹരി അധിഷ്ഠിത വായ്പ 1 കോടി രൂപയായും ഉയർത്തി. മൂലധന വിപണി പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ IPO വായ്പാ പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 25 ലക്ഷം രൂപയായി ഉയർത്തി. ഓഹരി അടിസ്ഥാന വായ്പകളുടെ പരിധി 20 ലക്ഷം രൂപയിൽ നിന്ന് 1 കോടി രൂപയായും സെൻട്രൽ ബാങ്ക് ഉയർത്തി. ഓഹരി ജാമ്യത്തിന്മേൽ വായ്പകളും IPO ധനസഹായവും മുമ്പ് നിലവിലുണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങളായി പരിഷ്കരിച്ചിട്ടില്ല. ഈ പരിധികൾ അപ്ഡേറ്റ് ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. IPO പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുവരുന്ന സമയത്താണ് RBI നടപടികൾ സ്വീകരിക്കുന്നത്. ഈ വർഷത്തെ വലിയ IPOകളിൽ റിലയൻസ് ജിയോ, ടാറ്റ ക്യാപിറ്റൽ, LG ഇലക്ട്രോണിക്സ് എന്നിവ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ലിസ്റ്റഡ് ഡെറ്റ് സെക്യൂരിറ്റികൾക്കെതിരെ വായ്പ നൽകുന്നതിനുള്ള പരിധി നീക്കം ചെയ്യാനും സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് നിക്ഷേപകരെ പിന്തുണയ്ക്കുന്നതിന് ബാങ്കുകൾക്ക് കൂടുതൽ സാവകാശം നൽകുന്നു. കടം വാങ്ങുന്നവരെയും കടം കൊടുക്കുന്നവരെയും സഹായിക്കുന്നതിന് വാണിജ്യ വായ്പാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുമുണ്ട്. സംയോജിത ഓംബുഡ്സ്മാൻ പദ്ധതിയിൽ ഇനി സംസ്ഥാന, ജില്ലാ സഹകരണ ബാങ്കുകളെയും ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്ര ബാങ്ക് പ്രഖ്യാപിച്ചു. ഈ മാറ്റങ്ങൾ വായ്പകൾ വിപുലീകരിക്കുകയും ലിക്വിഡിറ്റി മെച്ചപ്പെടുത്തുകയും ഓഹരി വിപണിയിൽ വിശാലമായ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സർക്കാർ ഉടമസ്ഥയിലുള്ള റിഫൈനറികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നു. അമേരിക്കയുടെ സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ അമേരിക്കയിൽ നിന്നുള്ള സമ്മർദ്ദം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ എണ്ണ കമ്പനികൾ മോസ്കോയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്നു. എന്നാൽ സ്വകാര്യ കമ്പനികൾ കഴിഞ്ഞ മാസം റഷ്യൻ എണ്ണ സംഭരണം വർദ്ധിപ്പിച്ചു. കെപ്ലറിൽ നിന്നുള്ള ഡാറ്റ അനുസരിച്ച് സെപ്റ്റംബറിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള റിഫൈനറികളുടെ ഇറക്കുമതി പ്രതിദിനം ശരാശരി 6,05,000 ബാരൽ ആയിരുന്നു.
ഇത് ഏപ്രിൽ ഓഗസ്റ്റ് നിലവാരത്തിൽ നിന്ന് ശരാശരി 32% ഇടിവ് രേഖപ്പെടുത്തി. ഓഗസ്റ്റ് മുതൽ സംഭരണം 22%, ജൂൺ നിലവാരത്തിൽ നിന്ന് 45% കുത്തനെ കുറഞ്ഞു. അതേസമയം സ്വകാര്യ റിഫൈനറുകൾ 9,79,000 BPD റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി. ഏപ്രിൽ ഓഗസ്റ്റ് നിലവാരത്തിൽ നിന്ന് ശരാശരി 4% വർധന രേഖപ്പെടുത്തി. ജൂൺ മുതൽ ലെവലുകൾ വലിയ തോതിൽ മാറ്റമില്ലാതെ തുടരുമ്പോൾ ഓഗസ്റ്റ് മുതൽ സംഭരണം 8% വർദ്ധിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് US നിന്നുള്ള സമ്മർദ്ദമാണ്. ഓഗസ്റ്റ് 27 മുതൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യക്കുമേൽ 50% കനത്ത തീരുവ ചുമത്തി. ഇതിൽ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നതിന് 25% പിഴയും ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂറോപ്പിൽ നിന്നും $250 ബില്യൺ നിക്ഷേപമാണ് ലക്ഷ്യമെന്ന് പീയൂഷ് ഗോയൽ. EFTA രാജ്യങ്ങളിലെ കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപാവസരമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വ്യാപാര ഉടമ്പടി പ്രകാരം 4 രാഷ്ട്രങ്ങളുടെ FTA ബ്ലോക്കിൽ നിന്ന് ഇന്ത്യ $100 ബില്യൺ പ്രതിബദ്ധതയുള്ള നിക്ഷേപം ആകർഷിക്കുക മാത്രമല്ല $150 ബില്യൺ കൂടി ലക്ഷ്യമിടുന്നതായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഈ 4 രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ വലിയ അവസരങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് കീഴിൽ അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യ FTAയിൽ നിന്ന് $100 ബില്യൺ FTA പ്രതിബദ്ധത ലഭിച്ചു. ഐസ്ലാൻഡ്, ലിച്ചൻസ്റ്റീൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നിവയാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ അംഗങ്ങൾ. 2024 മാർച്ച് 10 കരാർ ഒപ്പിട്ടത്. ബുധനാഴ്ച മുതൽ സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിലായി. കരാർ നടപ്പാക്കുന്നതിന്റെ പ്രഖ്യാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു വാണിജ്യമന്ത്രി. സ്വിസ് സ്റ്റേറ്റ് സാമ്പത്തിക കാര്യ സെക്രട്ടറി ഹെലൻ ബട്ട്ലിഗർ RTAയുടെ ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി രാജ്യങ്ങൾക്കുമേൽ US ഉയർന്ന തീരുവ ചുമത്തിയത് ആഗോള വ്യാപാരത്തെ താറുമാറാക്കി. ലൈഫ് സയൻസ്, ക്ലീൻ എനർജി, പ്രിസിഷൻ എഞ്ചിനീയറിംഗ്, ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അക്കൗണ്ടിംഗ്, നഴ്സിംഗ്, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ കരാർ മികച്ച നിക്ഷേപ അവസരങ്ങൾ നൽകുന്നതായി ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദേശീയ പെൻഷൻ പദ്ധതിക്ക് മികച്ച നേട്ടം. പദ്ധതി 13%-ലധികം വാർഷിക വരുമാനം നൽകിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ത്യയുടെ ദേശീയ പെൻഷൻ സംവിധാനം ഉയർന്ന പ്രകടനവും ചെലവ് കുറഞ്ഞതുമായ വിരമിക്കൽ പദ്ധതിയായി ഉയർന്നു വന്നിട്ടുണ്ടെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തുടക്കം മുതൽ തന്നെ ഓഹരി നിക്ഷേപങ്ങളിലൂടെ ശരാശരി 13%-ലധികം വാർഷിക വരുമാനം NBS നൽകുന്നുണ്ട്. NBSന് കീഴിലുള്ള മറ്റ് നിക്ഷേപ ഓപ്ഷനുകളും ശക്തമായ ദീർഘകാല വരുമാനം നൽകുന്നുണ്ട്. കോർപ്പറേറ്റ് കടത്തിനും സർക്കാർ സെക്യൂരിറ്റി സ്കീമുകൾക്കും ഏകദേശം 9% വരുമാനം നൽകി. ഇത് NBSനെ ലോകത്തിലെ ഏറ്റവും ആകർഷകമായ പെൻഷൻ ഉൽപ്പന്നങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. ശക്തമായ വരുമാനം, കുറഞ്ഞ ചെലവ്, പോർട്ടബിലിറ്റി എന്നിവ NBSനെ സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല എല്ലാ ഇന്ത്യക്കാർക്കും വിരമിക്കൽ സുരക്ഷയുടെ അടിസ്ഥാനമാക്കി മാറ്റുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവുള്ള പെൻഷൻ ഫണ്ട് മാനേജ്മെന്റ് പദ്ധതികളിൽ ഒന്നാണ് NBS. കുറഞ്ഞ നിരക്കുകൾ മൂലം കൂടുതൽ പണം നിക്ഷേപിക്കുകയും കാലക്രമേണ കോമ്പൗണ്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിന്റെ ഘടന നിയന്ത്രിതവും സുതാര്യവുമാണ്. ജോലി മാറ്റം, സ്ഥലമാറ്റം അല്ലെങ്കിൽ സ്വയം തൊഴിലിലേക്കുള്ള മാറ്റം എന്നിവ ഉണ്ടായാലും പെൻഷൻ അക്കൗണ്ട് അതേപടി തുടരുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു. 1000 രൂപയുടെ ഏറ്റവും കുറഞ്ഞ വാർഷിക സംഭാവനയിലൂടെ ഒരു വരിക്കാരന് അവരുടെ NPS അക്കൗണ്ട് സജീവമായി നിലനിർത്താൻ കഴിയും. 2024 ഡയറക്ട് റെമിറ്റൻസ് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി NPS പ്ലാറ്റ്ഫോം അപ്ഗ്രേഡ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 10,880 രൂപയും പവന് 87,040 രൂപയുമായി താഴ്ന്നു. ഇന്ന് വെള്ളി 163 രൂപയിലാണ് വ്യാപാരം നടന്നത്.